അതായത് ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ അത്യാവശ്യം സൈസ് ഇതാണ്. നമുക്ക് ആ ഭാഗം മെയിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് ലാസ്റ്റ് മിക്സ് ആക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഈ ഓരോന്ന് പിടിച്ചൊന്നും നടക്കില്ല. ബ്ലൂ ഏഞ്ചൽസ് അത്രയാണ് അങ്ങനെയില്ല, ഇവർ നല്ലോണം ഉണ്ട് കണ്ടോ, എല്ലാതും ഒന്നോളും. ഫുഡ് കൊടുത്താലും കൊടുത്തിരിക്കുന്നത് തന്നെ കേട്ടോ. ഇപ്പോൾ ഫുഡ് ഞാൻ കൊടുത്തിട്ടില്ല. ഹായ്, അപ്പോൾ നമ്മൾ ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും മീൻ ഇടാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് പഴയ ഇൻഡോറിലുള്ള കുറച്ച് ഐറ്റംസിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി നമുക്ക് അവിടെ വീണ്ടും പുതിയ ബ്രൂഡുകൾ നമുക്ക് എടുക്കാം. പുതിയ ഐറ്റംസ് നമുക്ക് എപ്പീസും ബ്ലാറ്റും എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് നമുക്ക് എടുക്കണം. അപ്പോൾ ഇങ്ങോട്ട് പതിയെ നമുക്ക് മാറ്റിയാൽ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അടിച്ച് വെച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ വീഡിയോ കിടക്കണേ മുന്നേ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് FB പേജ് കൂടി ഫോളോ ചെയ്തോട്ടോ. നമുക്കിനി വീഡിയോ കിടക്കാം. ചേട്ടാ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മീനൊന്നും ഇല്ലാത്തതാണ് പൊടി ഷെയ്ഡുള്ളത്. അപ്പോൾ സെറ്റ് ചെയ്തെങ്കിലും ഏകദേശം ഈ ലെവലിൽ ഞാൻ എല്ലാത്തിനും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും മീനുകൾ ഇട്ടാലും നമുക്ക് പറ്റുള്ളൂ. ഇട്ട് നോക്കിയിട്ട് എണ്ണൊക്കെ നോക്കിയിട്ട് വേണം ഇനി അവിടേക്ക് പുതിയ ബ്രൂഡ് ഇടാം. അപ്പോൾ ഇവിടെ ബ്രൂഡ് സെറ്റ് ചെയ്ത് കുറവായിരിക്കും, നോക്കണം കേട്ടോ. മിക്കപ്പോഴും അതായത് സൈഡ് സെക്ഷൻ ആക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനൊപ്പം നമ്മൾ തികയാണ്ടാകുമ്പോൾ എന്തായാലും പിന്നെ ലാസ്റ്റ് എല്ലാം ഇട്ട് വരും. അപ്പോൾ നമുക്കിനി പഴയ ഫാമിലി പോകാം. അപ്പോൾ നമ്മൾ പഴയ ഇൻഡോറിൻ്റെ ഈ സെക്ഷനിൽ വരുന്ന സമയത്ത് ഇവിടെ ആട്ടോ നമ്മൾ സെയിൽ ചെയ്യാനുള്ള നമ്മുടെ ഗപ്പീസും കുറച്ച് ഐറ്റംസൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ കുറേ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്തായാലും എന്താ പറയുക അങ്ങോട്ട് എടുത്ത് മാറ്റണം. എന്നിട്ട് ഇവിടെ ഒന്ന് ഫില്ലപ്പ് വീണ്ടും ചെയ്യണം. അതായത് ഇവിടെ ബ്രൂഡുകളെ കീപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഐറ്റംസ് എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റണം. എല്ലാവർക്കും രസമാട്ടോ. അവിടെ അത്യാവശ്യം നല്ലോണം വെയിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ കുറച്ച് സ്റ്റോക്കുകൾ അധികം ഉള്ളതുണ്ട്, അത്ര അധികം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള സ്റ്റോക്കുകൾ എന്തായാലും ആ ഫാമിക്ക് എന്തായാലും കൊണ്ടിടാം. എന്നിട്ടാണ് കേട്ടോ നമുക്കിനി ബ്രൂഡ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പിടിച്ച് സെറ്റ് ചെയ്യാം. നമുക്കപ്പോൾ അതിനെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ പിങ്കുവിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് യെല്ലോയും അവിടെ ബ്ലാക്ക് ടപ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. വൈറ്റ് അതുപോലെ തന്നെ റെഡ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല രസമുണ്ടാവും. കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് അതാദ്യം ഇടാം. ഗ്രീനും അല്ലാതെ ബ്ലാക്കിൽ രസം തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് ഇട്ട് നോക്കിയാലാണ്. പിന്നെ ചില ഐറ്റംസ് ഒന്ന് ബ്ലാക്ക് ഷെയ്ഡിക്ക് വരും തോറും കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഭയങ്കര ഓവറായിട്ട് ഡാർക്കായി പോകും. സ്നോ വൈറ്റൊക്കെ നല്ലോണം എടുത്ത് കാണിക്കും കേട്ടോ. ഈ റോയ് ഫുൾ ബ്ലാക്ക് ഉള്ളത് എന്തായാലും ഇതിൽ നമുക്ക് ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ ഫുൾ ഗോൾഡിലും യെല്ലോ ടെക്സ്റ്റും ഒക്കെ അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കണ്ട ആ ഒരു കുറച്ച് പാടം നിൽക്കുന്നുണ്ട്. അത് മെയിൻ ഇടാത്ത കാരണമാണ്. ഷെയ്ഡ് നല്ലോണം അറിയാം, നല്ലോണം എടുത്ത് കാണിക്കും, അതാണ് മെയിൻ. ഇതിനടുത്ത് എടുക്കാം. നമുക്ക് പിങ്കുവിൻ്റെ പോലെ തന്നെ മറ്റേ ഗോൾഡൻ യെല്ലോ ടെക്സ്റ്റർ അത് യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ കിട്ടും കേട്ടോ. അതെന്തായാലും എടുത്ത് മാറ്റാം. അവരെയും കുറച്ച് തന്നെ മെയിൽ ഫീമെയിൽസ് നമുക്ക് തിരിച്ചിടാനുണ്ട്. പിന്നെ അതെടുക്കാം. നമ്മുടെ ഈ ഇൻഡോറിൻ്റെ അടുത്ത് കുറച്ചിറങ്ങുന്നുണ്ട് വയത്ത് കുളിക്കും. കാരണം നമ്മുടെ പോളി ഹൗസിൻ്റെ ഒക്കെ സെയിം ഷീറ്റിൽ UV ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാരും തന്നെ എന്താ പറയുക നല്ല ബ്രൈറ്റ് വെളിച്ചം തന്നെയാണ് കേട്ടോ. ഫാം അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പണിയൊന്നും എടുത്തില്ലെങ്കിൽ നമ്മൾ വേർത്ത് കുളിക്കും. നമ്മുടെ എന്താ പറയുക ഗോൾഡ് യെല്ലോ ടെക്സ്റ്റോ. അപ്പോൾ അതിൻ്റെ മെയ്ഡ്സിനെ പിടിച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ചെണ്ണത് ആ ഒരു ടബിലും കിടക്കുന്നുണ്ട്, അത് എടുക്കണം. നമ്മൾ ഫീമെയിൽസിനൊന്നും പിടിക്കണില്ല കേട്ടോ, അത് പിടിക്കാം. പിന്നെ എല്ലാവരും എടുത്ത് ഞാൻ കാണിക്കുന്നില്ല, വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത് പിടിച്ചിട്ട് കൊണ്ടിടാം. അല്ല ഞാൻ ഇവിടെ ഡാർക്ക് പർപ്പിൾ എടുക്കുന്നുണ്ട്. ഇപ്പം അടുത്തെടുത്തിട്ടുണ്ടായിരുന്നു പുതിയ ലൈന. അത്യാവശ്യം ബോഡി തിക്നെസ് ഒക്കെ ഉള്ളതായിട്ട് കേട്ടോ. സൈസ് ഇത്തിരി കൂടുതലാണ്. ഇതാണ് ഐറ്റം. അപ്പം ചാടിപ്പോയി. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട്, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ചേട്ടാ ഇവരെന്തായാലും ഇതിൻ്റെ അകത്ത് വിടാം. ഷെയ്ഡ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ഫീമെയിൽസ് സെറ്റ് ചെയ്യാം കേട്ടോ.
എന്തായാലും അറ്റം വരെ ഒരു 10-12 സെറ്റ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ നോക്കണം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇനി മെയിൽസിനെ പിടിച്ചാൽ ഇനി ഫീമെയില് നമ്മുടെ റെഡ് ക്യാപ് സാൻഡേർഡ് ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, നല്ല ടെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ വൈറ്റായിട്ട്. അത് രസം തന്നെയായിരിക്കും. ഞാൻ അതെടുത്തിടാം. കണ്ടവരെ തന്നെ ഇപ്പോഴേ രസം തന്നെയാട്ടോ. നല്ല സൈസ് ഒരു ഫീമെയില്. അതിലൊരു പ്ലാറ്റി ഉണ്ട്. അത് നമ്മൾ ഹൈഫിൻസ് ആട്ടോ. ഇനി ഇവരുടെ അടുത്ത് മാറ്റാം. പക്ഷെ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കൊടുക്കാം. വൈറ്റൊക്കെ എന്താ എടുത്ത് കാണിക്കും. ഇനിയപ്പോൾ നമുക്ക് റെഡ് പിടിക്കാം. അതായത് നമ്മുടെ ഫുൾ റെഡിൻ്റെ തന്നെ ഫ്ലവർ ഡോസിലാട്ടോ. അപ്പോൾ ഇതും കുറച്ച് സൈസ് ഉള്ളവരുണ്ട് ജൂനിയർ പ്ലസ്സുകൾ. അപ്പോൾ അവരെടുത്ത് സെറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സൈസ് ഉള്ളവർ ഇനി സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൈസ് വെച്ചോളൂ. പിന്നെ അതുകൊണ്ടിടാം. അപ്പോൾ നമ്മൾ മെയിൽസിന് ഇട്ടിട്ടുണ്ട്. ഫീമെയിലിനെ ഒന്നും നോക്കണ്ട, നേരെ പിടിച്ച് കമത്താം. ഇത് ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ചില്ലിക്ക് പറഞ്ഞ കാര്യം മെയിൽസാണ് കൗണ്ട് നല്ലോണം കൂടുതൽ, ഫീമെയിൽസ് ഭയങ്കര കൗണ്ട് കുറവാണ്. ഫീമെയിൽസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ട്രൈ ആയിട്ടോ അല്ലെങ്കിൽ 3:1 അങ്ങനെ 2 ഒക്കെ ആയിട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ അത് നടക്കില്ല. ഇനിയിപ്പോൾ അതും അങ്ങോട്ട് മാറ്റാം. ഇല്ല, നമുക്ക് ആ ഭാഗം മെയിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന് ലാസ്റ്റ് മിക്സ് ആക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെയുണ്ട്. മിക്സ് കിട്ടുന്നവർക്ക് ഭാഗ്യം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓ, ഇനി ഇട്ടിട്ട് ഈ പറഞ്ഞ മാതിരി ചാവും. ഇനിയും കുറേ ഉണ്ട്. നമ്മുടെ വലിയ ബേസിലൊക്കെ നമ്മൾ കുറച്ച് പ്ലാറ്റീരിയം സോട്ടേഴ്സിൻ്റെയും അവരും തിരിച്ചിടാനുണ്ട് കേട്ടോ. അതും സെറ്റ് ചെയ്യണം. എന്തായാലും അത്യാവശ്യം നല്ലോണം പണിയുണ്ട് ഫുള്ള് സെറ്റ് ചെയ്യണമെങ്കിൽ. നമ്മുടെ പ്ലാറ്റിനം റെഡ് ഇതില്ലാണ്ട് പിന്നെ എന്ത് ഗപ്പി ഫാം അല്ലേ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും കൊണ്ടിടാം. അതിൻ്റെ ഇടയിൽ എവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അവിടെ അമ്മ വെള്ളം മാറുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് അങ്ങോട്ട് പോയി നോക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് വരും, എൻ്റെ കൂടെ വരും. അങ്ങനെ ഫുൾ ടൈം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗുണ്ട് ഇവിടെ നല്ലോണം അടിക്കുകയാണ്, അതാ പ്രശ്നം. പാവത്തിന് എപ്പോഴും കടിക്കും അല്ല. ഇനി ബാക്കിയുള്ളത് പിടിക്കട്ടെ കേട്ടോ. നമ്മളപ്പോൾ ഒരു വിധമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഇടാനുണ്ട്. എന്ന് വെച്ചാൽ പല ഐറ്റംസും ഉണ്ടല്ലോ. അപ്പോൾ ഓരോ നമ്മൾ പഴയ ഫാമിൽ നിന്ന് എടുത്തിട്ട് വേണം. അപ്പോൾ അത് ഞാൻ 1-2 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ ഇട്ടുന്നത് നമ്മുടെ മിക്സർ ഗപ്പീസ്, അതായത് കുറച്ചെണ്ണം തിരിയാൻ വേണ്ടി നമ്മൾ താഴ്ത്താണല്ലോ നമ്മുടെ ഔട്ട്ഡോർ ഫാം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒക്കെ അവിടെ കൊണ്ടിടല്. ഇനി ഇവിടെ നിന്ന് പിന്നെ ഫില്ലായി നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മാറ്റാൻ തിരിച്ചു പറഞ്ഞാൽ ബെൻഡുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കളഞ്ഞിട്ടൊന്നും കടൽ ചെയ്ത് കളയണവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും അവിടെ തന്നെ കീപ്പ് ചെയ്ത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഓപ്പൺ, അതായത് നല്ലോണം വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ പെട്ടെന്ന് നമ്മൾ ആൽഗ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലതാണ്. നമ്മളിടയ്ക്ക് പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണിയാണ്. കാരണം സ്പേസ് എത്രയൊക്കെ എടുക്കുള്ളൂ. പുറത്തിറങ്ങണ മാതിരിയല്ല. തൊട്ടെടുത്ത് നമ്മുടെ ബമ്പിൾ ബീസ് ഇടാം. നമ്മളെ യെല്ലോ ബ്ലാക്ക് വരുന്ന പ്ലാറ്റി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെ. പവന്മാർ വരുന്നില്ല കേട്ടോ. അതാണ് ഇതിലിട്ടാണ്. പിന്നെ തൊട്ടെടുത്തെടുക്കുന്നത് ഇത് പ്ലാറ്റി തന്നെ, നമ്മുടെ ടക്സിഡോ പ്ലാറ്റി കേട്ടോ. അതും കുറച്ചെണ്ണം എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ എടുക്കണ്ടായെന്ന് പറയാൻ ഇവിടേക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് വെച്ചിരുന്നത്. ഉള്ളി നമ്മുടെ സ്നൈൽസ് എടുക്കുന്നുണ്ട്, നമ്മുടെ ആപ്പിൾ സ്നൈൽസ് ആട്ടോ. പണ്ട് ഇവിടെ ഞാൻ ബ്രീഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവർ നമുക്ക് ഔട്ട്ഡോറിലേക്ക് എടുത്ത് മാറ്റണം. കാരണം ചൂട് ചിലപ്പോൾ പ്രശ്നമാണ്. തൊട്ടപ്പുറത്ത് എടുക്കുന്നത് നമ്മുടെ ഏഞ്ചൽസ് ആട്ട്. ഇത് ബ്ലൂ ആട്ടോ. എടുത്തി വരും വേണം. കരിമൊന്ന് കൊത്തൊക്കെ ചെയ്യും ഫുഡ് എടുക്കാൻ വേണ്ടി. ബ്ലൂ ഏഞ്ചൽസിൻ്റെ സീഡ്സ് ആട്ടോ. ബട്ടൺ സൈസാണ്. അതാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ ഇനി ഇതിലെടുക്കുന്നത് പ്ലാറ്റി തന്നെ. ഈ പ്ലാറ്റി എന്ന് പറയുന്നത് നമ്മുടെ മിക്കി മൗസ്. കുറേ ഐറ്റംസ് ഉള്ള അതിനെപ്പോഴും മറന്നു. മിക്കി മൗസിൻ്റെ ഹൈഫിൻസ് ആട്ടോ ഒരു. അതാണ് ഇതിലെടുക്കുന്നത്. കണ്ട ഫിന്നുകളുണ്ട്. ആയി വരുന്നേ ഉള്ളൂ. ചെറിയ കേട്ടോ. ജൂനിയർ പ്ലസ് അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തും അതിൻ്റെ തന്നെയാണ്. അതിൻ്റെ എന്താ പറയുക ഫാൻസി വരുന്ന ഐറ്റം തന്നെ, ഹൈഫിൻസ് തന്നെ. പിന്നെ ഇതിൻ്റെ നമ്മൾ ബേബീസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാർക്ക് പർപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റിയ ബേബീസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് മിക്സ്ഡ് ഒന്നല്ല കേട്ടോ. ഒരു ഇയർ കണ്ടില്ലേ ഇത്രയും ചെറുപ്പത്തിൽ. എന്തായാലും സെറ്റ് ആവട്ടെ കേട്ടോ. അതാണ് ഇതിൽ എടുക്കണത്. പിന്നെ അവിടെ ഒന്നുമില്ല, അതിലുണ്ടായി ഞാൻ ഔട്ട്ഡോർ കൊണ്ട് ഇട്ടു കേട്ടോ. പിന്നെ ഈ സൈഡിൽ വരുന്ന നമ്മുടെ ജുവലിൻ്റെ പെയർ നിൽക്കുന്നുണ്ട്.
വലുതായി കാണിക്കുന്നില്ല കേട്ടോ, കാരണം അവന്മാർ പ്രശ്നമാണ്, സിക്കിൾസ് അറിയാമല്ലോ. വെറുതെ ഇനി പണി ഉണ്ടാക്കണ്ട. ഇവിടെ നമ്മൾ ജുവലിനെ കുറച്ച് ബേബീസിനെ നമ്മൾ പിടിച്ച സമയത്ത് എടുത്താൽ കേട്ടോ, അതായത് പുറത്ത് ഔട്ട്ഡോർ ടാങ്കിക്ക് മാറ്റണം, അവിടെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് വെറുതെ കൊണ്ടിട്ടെന്ന് മാത്രം. ടാങ്കുകളിൽ വലിയ പ്രശ്നമില്ലാത്ത കാരണം എല്ലാത്തിനും ഞാൻ കൈ ഇടുന്നതല്ല, എല്ലാവരും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ബേബീസിന് വേണ്ടി സെറ്റ് ചെയ്തെന്താ കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് വെറുതെ ട്രയൽ ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതായത് ബാക്കിയൊക്കെ നമ്മൾ പഴയ ഫാമിലി എടുക്കണം, പുതിയത് എടുത്തൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുൾ എടുക്കാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതിലൊക്കെ വെറുതെ കാലിയാണ്, ഇനി നമ്മൾ എടുത്തിട്ടില്ല, അല്ല ഇട്ടിട്ടില്ല. ഇതും സോഡിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഏഞ്ചൽസ് അടുത്ത്. ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് ആട്ടോ. ഇവറ്റക്ക് നല്ലോണം വന്ന് കൈമ കുത്തും, അത് രസമാണ്. ബ്ലൂ ഏഞ്ചൽസ് അത്രയാണ് ഇങ്ങനെയില്ല, ഇവർ നല്ലോണം ഉണ്ട് കണ്ട, എല്ലാതും നിന്നോളും. ഫുഡ് കൊടുത്താലും കൊടുത്തിരിക്കുന്നത് തന്നെ കേട്ടോ. ഇപ്പം ഫുഡ് ഞാൻ കൊടുത്തിട്ടില്ല, ആ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അപ്പം ഫുഡ് കൊടുക്കണം കേട്ടോ. കണ്ടതൊരു ഫീലാട്ടോ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്തോരം കഴിഞ്ഞാൽ നിർത്തില്ല. അതാണ് ഇവർ കേട്ടോ. ഇതും സീഡ്സ് തന്നെ. ഇതിലൊക്കെ ഒരു 50 പീസൊക്കെ വെച്ചിട്ട് അവിടെ കിടക്കുന്നത്. ഇതൊക്കെ പുറത്തേക്ക് മാറ്റണം, ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. ഇവിടെ എടുക്കുന്നത് നമ്മുടെ ബ്ലാക്കിൻ്റെ മൂൺടേൻ്റെ ബേബീസ് കേട്ടോ. ഞാൻ ടെട്രാസൈക്കിൾ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ചെറുതായിട്ടൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എടുക്കുന്നത് നമ്മുടെ റുബിനോസ് പ്ലാറ്റ് കേട്ടോ, ആ യെല്ലോ എടുക്കുന്നത്. പക്ഷെ അവർ മാറും കേട്ടോ, ഇപ്പോൾ കാണുന്ന ലുക്ക് നോക്കണ്ട, അവർ മാറും. അതുപോലെ തന്നെ പിന്നെ എടുക്കുന്നത് നമ്മൾ സീത്രു കോയിരിയാണ്, ബേബീസാണ്. മെയിൽസിനൊക്കെ ക്യാപ്പ് വന്നുകൊണ്ട് ഫീമെയിൽസിന് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ആവുള്ളൂ. പിന്നെ ഇത് പഴയ ലൈനാണ്, ഒന്ന് നമുക്ക് ഔട്ട് ക്രോസ് ചെയ്യണം, അപ്പോൾ കുറച്ചും കൂടി സെറ്റായി കിട്ടിയോളും. പിന്നെ ഈ യെല്ലോ ഒക്കെ മാറിയിട്ട് റുബിനോസിൻ്റെ കളറൊക്കെ കയറും കേട്ടോ, ടൈം എടുക്കും. പിന്നെ ഇവിടെ കിടക്കുന്ന ഫുള്ള് നമ്മൾ മെയിൽ ഫീമെയിൽസ് ഇങ്ങനെ തിരിച്ചിട്ടിങ്ങനെ കേട്ടോ, രണ്ട് സൈഡും. അതായത് ഈ സൈഡ് മെയിലാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് ഫീമെയിൽ എടുക്കണം. അപ്പോൾ ആൾക്കാർ വരുന്നവർക്ക് എന്തായാലും കാണാനെടുക്കാനൊക്കെ സുഖം തന്നെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽ ബ്ലാക്കും എടുക്കിട്ട് പിന്നെ എടുക്കുന്നത് ഏതാ പിന്നെ മറന്നല്ലോ, യെല്ലോ പിങ്കു അതാവട്ടെ. അത് അതിൻ്റെ നേരെ ഫീമെയിൽ ഇവിടെ എടുക്കുന്നുണ്ട്, പക്ഷെ മറ്റേ ബ്ലാക്കിൻ്റെ ഫീമെയിൽ എടുക്കുന്ന അവിടെ കേട്ടോ. പിന്നെ നമ്മൾ തൊട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള ഐറ്റം ഇതാണ് നമ്മൾ യെല്ലോ ടെക്സിലോൻ തന്നെ ഗോൾഡൻ ബോഡി വരുന്നത്. അത്യാവശ്യം നല്ലോണം വിറ്റും പോകുന്നതാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റിയും കിട്ടാറുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ സൈസാണ്, സൈസാകാൻ വരുന്നുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ അതിൻ്റെ ഫീമെയിൽസ് എടുക്കുന്നത്. നമ്മുടെ ഫീമെയിൽസിൽ ഏറ്റവും കൂടുതൽ ടെയിലും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റം തന്നെ ഇതിൻ്റെ നമ്മുടെ സാൻഡാര ക്യാപ് സാൻഡാര കേട്ടോ, ഫീമെയിൽസാണ്. ഉണ്ടല്ലേ, ചെറിയ സൈസാണ്, പക്ഷേ നല്ലോണം ടെയിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഇവിടെ എടുക്കുന്നത് ജുവനൈൽസാണ്, സെറ്റായിട്ട് വേണം. ഇയറും ക്യാപ്പും ഇപ്പോൾ കാണുമ്പോൾ മിക്സറുമായി തോന്നും, പക്ഷെ അവർ സെറ്റായിക്കോട്ടോ, ടൈം എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫുൾ റെഡിൻ്റെ ഹാഫാൻ്റെ ഹൈ ഡോസർ കേട്ടോ, ചൈനീസ് ലൈൻ അതാണ് എടുക്കണത്. കുറച്ച് സ്റ്റോക്കുള്ളൂ, അതൊക്കെ ആവുമ്പോൾ അവന് തീരും. അതിൻ്റെ ഫീമെയിൽസ് ചില്ലി മെയിൽസ് നല്ലോണം കൂടുതലാണ് കേട്ടോ, അതുകൊണ്ടാണ്. അതിൻ്റെ ഫീമെയിൽ കുറച്ച് പീസ് എടുക്കണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ മൊസൈക്കുകൾ പർപ്പിളും ഉണ്ടാവും, റെഡും ഉണ്ടാവും, ഗ്രീനൊക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ ഫീമെയിൽസൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് പാണ്ഡുരാസ് എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമുള്ളതാണ് തന്നെ കേട്ടോ. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ഈ ഒരു കഴിഞ്ഞ കൊല്ലമായിട്ട് കേട്ടോ. അത്യാവശ്യം സെറ്റ് തന്നെയാണ് ഉണ്ട്, അത്യാവശ്യം നല്ലോണം ടൈലും കിട്ടുകയും ചെയ്യും, വൈഡാണ്, രസം കേട്ടോ. ഇതിൽ പിന്നെ നമ്മുടെ ജാപ്പനീസ് കുറേ പേരെ പറ്റിക്കണ സാധനം. വൺ സൈഡ് നോക്കണ സമയത്ത് നല്ല കളർ ഉണ്ടാവും, എന്നാൽ ഒരു സൺലൈറ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥ കേട്ടോ. പിന്നെ പ്ലാറ്റിനം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഫേവറേറ്റ്. തുടക്കക്കാരും അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ളവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ. കിട്ടില്ല,
ഇത് ലാസ്റ്റ് എടുത്ത ലൈനാണ് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം തായ്ലാൻഡ് ലൈനാണ്. പിന്നെ നമ്മൾ റെഡ് എയർ കോയിൻ്റെ കുറച്ച് പീസ് എടുക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഇപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിട്ടോ, അവിടെ കുറച്ച് ലൈറ്റൊക്കെ അടിക്കേണ്ടത് കാരണം കുറച്ചുകൂടി കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സോഡിൻ്റെ തന്നെ കേട്ടോ, ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് ലേസാണ് അതിൻ്റെ എടുക്കുന്നതാ. ഫീമെയിൽസ് തൊട്ടിപ്പുറത്താട്ടോ. ഇപ്പുറത്ത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ പഴയ ലൈൻ കേട്ടോ, നേരത്തെ കാണിച്ച ലൈനല്ല, അതിന് മുന്നത്തെ ലൈനാണ്. അതാണ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഫീമെയിൽസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്ലൂ കോയിൽ തന്നെ ക്യാപ്പ് ഇല്ലാണ്ട് എടുക്കുന്ന കേട്ടോ, അത് ഞാൻ മെയിൽ ഫീമെയിൽസും ഉണ്ട് ഒരുമിച്ച് ഇട്ടുക. പിന്നെ ഇതിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്ലാറ്റിനം കോയി മരക്കളറാണ്ട്, ക്യാപ്പ് എന്തായാലും 100% തന്നെ കിട്ടും കേട്ടോ. ഞാൻ ക്യാപ്പില്ലാണ്ട് അപൂർവം ചിലപ്പോൾ ഒരു 1-2 പീസ്, അതായത് ഒരു 100+ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു 200 എണ്ണത്തിൽ നിന്നൊക്കെ ഒരു 1-2 കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ക്യാപ്പ് കിട്ടാറുണ്ട്. പിന്നെ ഇയർ കുറച്ച് ടൈം എടുത്തിട്ട് വരുന്നത് ചെയ്യണ്ട, 1-2 എണ്ണത്തിനൊക്കെ ഇത് ഇയർ വന്നു തുടങ്ങി. അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കയറി വന്നോളൂ കേട്ടോ. തൊട്ടെടുക്കുന്നത് നമ്മുടെ ബ്ലൂ പാണ്ട കേട്ടോ, എടുത്തിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴാണ് നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഒരു ബാച്ച് എടുക്കുന്നതാണ്. പിന്നെ ബേബീസ് വേറെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലോണം തന്നെ ഇയർ കിട്ടുന്നതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെ, എല്ലാം മുന്നത്തെ ലൈൻസുകളാണ്. ഇതിൽ നമ്മൾ എടുക്കുന്നത് ഗാലക്സി ബ്ലൂ ടെയിലാണ്. ഇതൊക്കെ സൈഡ് വ്യൂ ആട്ടോ രസം, നല്ല അതായത് അത്യാവശ്യം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിൻ്റെ ഫീമെയിൽസ്. പിന്നെ നമ്മുടെ യെല്ലോ ടൈഗർ ആട്ടോ, ഇതൊക്കെ സൈഡ് വ്യൂ ആണ്. ഇവരൊക്കെ രസം എന്ന് പറയുന്നത് യെല്ലോ ടൈഗറിൻ്റെ ഫീമെയിലും നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫീമെയിൽസോടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ അത്യാവശ്യം നല്ല പ്രിൻ്റ് തന്നെ വരാം കേട്ടോ. ഇതിൽ നമ്മൾ സോളോയും ഉണ്ട്. ഇത് നമ്മുടെ ജെറ്റ് ബ്ലാക്കുകൾ ഒക്കെ മുന്നത്തെ ഐറ്റംസ് തന്നെ. അതിൻ്റെ ഫീമെയിൽസ് ആട്ടോ. ജെറ്റ് ബ്ലാക്കൊക്കെ എപ്പോഴും പണ്ടെന്നും എപ്പോഴും ഒരുപോലെ മാർക്കറ്റുള്ളത് തന്നെ. സോളിഡ് കളേഴ്സ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ കോയിടെക്സിലോ ഒക്കെ ജുവനൈൽസ് ചെറുതായിട്ട് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ മെറ്റൽ ബ്ലാക്കിൻ്റെ ഫീമെയിൽസ്, ജെറ്റ് ബ്ലാക്ക് മെറ്റൽ ബ്ലാക്കിൻ്റെയും ചെറിയ ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. കൊറിയറും പാക്കിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്കതും പഴയ ഐറ്റംസും പിന്നെ സ്റ്റോക്ക് ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ പുതിയ ഐറ്റംസൊക്കെ എടുക്കുന്ന നമ്മുടെ പഴയ ഫാമിലാണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ സെയിൽ ആവണനുസരിച്ച് ഇടും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, സ്ഥലമൊക്കെ എല്ലാതും ടബ്സും ഫില്ല് തന്നെയാണ്. വലിയ ഇത് മാത്രമാണ് ഇപ്പോൾ ബാലൻസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മേലേക്ക് വയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡ് അടിച്ചിട്ട് വേണം. അപ്പോൾ അത് സെറ്റ് ആയിട്ട് വേണം ആക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, പഴയ ഫാമിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതായത് മാറ്റാനുള്ള ഐറ്റംസ് നമുക്ക് വേഗം കൊണ്ട് നമ്മൾ ഇതിലെല്ലാം ഫില്ല് ചെയ്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ സ്റ്റാൻഡ് അടിക്കാനും അക്കോറിയം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അനുസരിച്ച് നമുക്ക് ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുള്ള ഐറ്റംസിന് അങ്ങനെ മാത്രം തരംതിരിച്ച് കൊണ്ട് ഇട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആകുമ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് വന്നെടുക്കാനും എളുപ്പമാണ്, കാണാനെടുക്കാനൊക്കെ. മറ്റേ പലയിടത്തും പല ഐറ്റംസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഇങ്ങനെ റോയൽ തന്നെ ആയതുകൊണ്ട് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് സെറ്റ് ചെയ്തതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് ഔട്ട്ഡോർ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനും. അപ്പോൾ ടൈം അനുസരിച്ച് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിയെല്ലാം കഴിയൊന്നുമില്ല കേട്ടോ കാക്ക അന്നേരമോട്ടെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലും എന്താ കയറ്റി ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്കിനി പറഞ്ഞില്ല, കുറേ സെറ്റ് ചെയ്യും, കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ചെയ്യണം പതിയെ എന്ന് പറയാൻ. ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഇവിടുത്തെ വാട്ടർ ചേഞ്ച് നമുക്കിത് അടുത്തൊരു പണി തന്നെയാണ്. അപ്പോൾ അടുത്ത കാക്ക എന്തായാലും ആവട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലാണ്.